അപ്പോൾ താമരവാഴ എന്ന് പറഞ്ഞൊരു ചെടിയാണിത്. അപ്പോൾ ഈ താമരമാതിരി വിരിഞ്ഞ് മുകളിലേക്ക് ഇതിൻ്റെ ഒരു കുടപ്പം നിൽക്കുന്നതുകൊണ്ടായിരിക്കും താമരവാഴ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു പേര് കിട്ടിയത്. ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂസ റുബ്ര എന്നാണ്. അതിൻ്റെ ഒരു സിനോണിമും ഉണ്ട്, മൂസ ലാറ്റേറിയ ചീസ്മാൻ എന്നും പറഞ്ഞു. അപ്പോൾ രണ്ടും ഏകദേശം റെഫർ ചെയ്യുന്നത് ഈ സെയിം ചെടിയെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമൺ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ താമരവാഴയാന്ന് പറഞ്ഞല്ലോ, അതുകൂടാതെ ഇംഗ്ലീഷിൽ ബ്രോൺസ് ബനാന, ലാറ്ററൈറ്റ് ബനാന എന്നൊക്കെയാണ്. അപ്പോൾ നേരത്തെ ഇത് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്ന മൂസ ലാറ്റേറിയ ആയിട്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ജനറ്റിക്കൽ ആൻഡ് മോർഫോളജിക്കൽ സിമിലാരിറ്റി മൂസ റുബ്രയായിട്ടുള്ളത് കൊണ്ട് അതിനൊരു ജനറൽ ക്ലാസിഫിക്കേഷനിൽ മൂസ റുബ്രയിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ ഇതൊരു പെരേനിയൽ സ്റ്റോളോണിഫറസ് ഹെർബാണ്. അതായത് ഗ്രൗണ്ടിൽ നിന്ന് വേർട്ടിക്കലായിട്ട് മുകളിലേക്ക് വളരുന്ന ഒരു ഹെർബാണിത്. ഇതൊരു 2 മീറ്റർ വരെ ഹൈറ്റ് വയ്ക്കുന്ന ഒരു ചെടിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു സ്യൂഡോസ്റ്റെം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീൻ റെഡിഷ് കളറിലായിരിക്കും ഇരിക്കുന്നത്. ഒരു ഡാർക്ക് ബ്ലോച്ചസ് ഒക്കെ ഇതിൻ്റെ അകത്ത് കാണും, പാടുകളൊക്കെ കാണും. ഇലകൾ വാഴയുടേത് പോലെ തന്നെ സിമിലർ ആണ്. അതൊരു മീഡിയം ഡാർക്ക് ഗ്രീൻ കളറിലായിരിക്കും ഇതിൻ്റെ ഇലകളുള്ളത്. ഒരു 1.5 മീറ്റർ വരെയും ലെങ്ത് വയ്ക്കുന്ന നല്ല നീണ്ട ഓവൽ ഇലകളായിരിക്കും ഇതിനുള്ളത്. ഇതിൻ്റെ ഒരു വാഴക്കുടപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടിയുടെ ഏറ്റവും മുകളിലായിട്ട് നല്ല ഇറക്റ്റ് ആയിട്ട് ഒരു സ്റ്റെമ്മിലാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുന്തമൊന പോലെയാണ് ഇതിൻ്റെ ഒരു വാഴക്കുടപ്പം നിൽക്കുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ഈ കാണുന്ന വാഴക്കുടപ്പൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫ്ലവേഴ്സ് തന്നെയാണ് ഇതിൻ്റെ ഫ്രൂട്ടായിട്ട് ട്രാൻസ്ഫോം ആവുന്നത്. അത് ഈ തൊണ്ടൊക്കെ പൊളിഞ്ഞു പോയി കഴിഞ്ഞിട്ടാണ് ഇത് ഫ്രൂട്ടായിട്ട് ട്രാൻസ്ഫോം ആവുന്നത്. ഇതിൻ്റെ ഫ്രൂട്ട്, അതായത് പഴത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് പലയിടത്തും മെൻഷൻ ചെയ്തേക്കുന്നത് ഇത് റൈപ്പായി കഴിയുമ്പോഴേക്കും ഒരു മഞ്ഞ കളറൊക്കെ വരുമെന്നാണ്. പക്ഷേ ഞാനിത് മഞ്ഞ കളറിൽ എത്തിയേക്കണേ ഇതേവരെ കണ്ടിട്ടില്ല. ഇത് പച്ച കളറിൽ തന്നെ ഇരിക്കുന്നതാണ് കണ്ടേക്കുന്നത്. പിന്നെ സാധാരണ രീതിയിൽ നമ്മുടെ പഴം കഴിക്കണ മാതിരി നമുക്കിത് കഴിക്കാൻ പറ്റത്തില്ല. ഇത് കൺസ്യൂമബിൾ അല്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സീഡ്സ് ഉണ്ട്. സീഡ്സ് നല്ല വലിയ സീഡ്സാണ് ഇതിൻ്റെ അകത്തുള്ളത്. അത് നമ്മുടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇതിൻ്റെ ഈ ഒരു പഴം മുറിച്ച് കാണിക്കുന്നുണ്ട്. കാണാനൊക്കെ വാഴപ്പഴം പോലെ തന്നെ ഇരിക്കും, പക്ഷേ അത് കൺസ്യൂമബിളേ അല്ല. ഇതിൻ്റെ ഒരു ഫ്രൂട്ട് കോമ്പോസിഷൻ ഇത് കൺസ്യൂമബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ വെൽ ഡോക്യുമെൻറ്റഡ് ഒന്നുമല്ല. എന്നിരുന്നാലും ഇതിൻ്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത് സ്റ്റാർച്ച്, ഡയറ്ററി ഫൈബർ, ഫിനോളിക് കോമ്പൗണ്ട്സ്, ഫ്ലേവനോയിഡ്സ്, ആൽക്കലോയിഡ്സ്, സാപ്പണിൻസ്, ഗ്ലൈക്കോസൈഡ്സ് ഒക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ അടങ്ങിയിരിക്കുന്ന പല കോമ്പണൻസും ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി മൈക്രോബിയൽ ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. ഇത് റൈപ്പനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രൂട്ട് മൈൽഡ്ലി സ്വീറ്റ് ആണെന്നാണ് പറയുന്നത്. പിന്നെ സ്റ്റാർച്ചി അണ്ടർടോൺസും ഉണ്ട്. പക്ഷേ ഇതൊരു മെയിനായിട്ട് ഓർണമെൻ്റൽ യൂസിന് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫ്രൂട്ടൊന്നും എഡിബിൾ അല്ല എന്നും പറയുന്നുണ്ട്. എഡിബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സീഡ് കണ്ടൻറ്റ് കാരണം ഇത് കഴിക്കാൻ പറ്റത്തില്ല. അല്ലാതെ ഇതിന് ടോക്സിസിറ്റി ഒന്നുമില്ല. ഹ്യൂമൻസിന് സേഫാണ്. ഇത് നോൺ ടോക്സിക് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു നേറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയാണ്. ആസാം, മണിപ്പൂർ, മിസോറാമാണ് മെയിനായിട്ടും. പിന്നെ അത് കൂടാതെ തന്നെ ബംഗ്ലാദേശ്, മ്യാൻമാർ, നോർത്തേൺ തായ്ലൻഡ്. ഇതിപ്പോൾ ഈ വീഡിയോ എടുത്തേക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലും ഇത് ഇഷ്ടമായി അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു ഹാബിറ്റാറ്റ് പറയുകയാണെങ്കിൽ മോയിസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ്, സെമി മാർഷ് ലാൻഡ്സ്, പിന്നെ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എഡ്ജസിലൊക്കെ തന്നെ ഇത് ഉണ്ട്. ഏകദേശം ഒരു ആൾട്ടിറ്റ്യൂഡ് ഒരു 1000 to 1300 മീറ്റേഴ്സിൻ്റെ അടുത്തുള്ള ആൾട്ടിറ്റ്യൂഡ്സിലൊക്കെ ഇതുണ്ട്. പിന്നെ ഇത് ട്രഡീഷണൽ മെഡിസിൻസിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. മെയിനായിട്ട് ഇതിൻ്റെ ഫ്ലവേഴ്സ് അൾസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറ്റിലും നാവിലൊക്കെ വരുന്ന അൾസേഴ്സ് ട്രീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ബ്രോങ്കൈറ്റിസും പിന്നെ ഡയബറ്റീസൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഫ്ലവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഉള്ള നോട്ട്സ് ഉണ്ട് പലയിടത്തും. പിന്നെ ഈ വെറൈറ്റിയുടെ ചിലതിൻ്റെ റൂട്ട് ആൻഡ് ഷൂട്ട് എക്സ്ട്രാക്ട്സ് ആൻറ്റി ലിപ്പിഡമിക് ആണ്, പിന്നെ ആൻറ്റി ഡയബറ്റിക്കും ആണ് പ്രോപ്പർട്ടീസും ഉണ്ടെന്ന് ഇത് പറയപ്പെടുന്നു. പിന്നെ ഇതിൻ്റെ ലീവ്സ്, അതായത് ഇലകൾ ഈ പൊള്ളലിനും പോളയ്ക്കലിനൊക്കെ ഒരു കൂളിംഗ് എഫക്റ്റിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതായിട്ട് പലയിടത്തും റെഫറൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഗ്രോയിങ് കണ്ടീഷനിലേക്ക് വരാം. യൂഷ്വലി ഇത് സെമി ഷെയ്ഡ് ഉള്ള ഇടത്താണ് കൂടുതലും നല്ലത്. പക്ഷേ ഫുൾ സൺലൈറ്റും കുഴപ്പമൊന്നുമില്ല. സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ ഫെർട്ടൈൽ, വെൽ ഡ്രൈൻഡ്, ലോമി, ഓർഗാനിക് മാറ്റർ ഉള്ള സോയിൽസാണ് ഏറ്റവും നല്ലത്. വാട്ടർ റിക്വയർമെൻറ്റ് അത്യാവശ്യം മോയ്സ്റ്റ് സോയിൽസിലാണ് ഇത് ഏറ്റവും നല്ലത്. പക്ഷേ വാട്ടർ ക്ലോഗിങ് ഒക്കെ ഒന്നും നല്ലതല്ല. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഇതൊരു പോളിനേറ്റർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. അതായത് ഒരുപാട് തേനീച്ചകളും അതുപോലെ തന്നെ സൺബേർഡ്സ്, ചെറിയ ചെറിയ തേൻ കുടിക്കുന്ന കിളികൾ, അതുപോലെ ഒരുപാട് ബട്ടർഫ്ലൈസ്, പൂമ്പാറ്റകൾ എല്ലാം തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് തേൻ കുടിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ബട്ടർഫ്ലൈസിൻ്റെയും പിന്നെ തേൻ കിളികളുടെയൊക്കെ വീഡിയോസ് ഇതിനെ ചുറ്റിപ്പറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു 1 by 1 ആയിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു മെയിൻ സിഗ്നിഫിക്കൻസ് ആണ്. അത് കൂടാതെ ബയോഡൈവേഴ്സിറ്റി, സോയിൽ സ്റ്റെബിലൈസേഷൻ, ഇറോഷൻ കൺട്രോൾ, ഇതിനൊക്കെ ഇത് നല്ലതാണ്. പിന്നെ ഇത് ഒരുപാട് പെരുകുന്നതുകൊണ്ട് തന്നെ ഇതൊരു ഇൻവാസീവ് സ്പീഷീസ് ആയിട്ട് കൺസിഡർ ചെയ്യണേ ഒന്നുകൂടിയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ ആ ഒരു കായ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ സാധാരണ പഴം പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പഴത്തിനേക്കാളും ഒരുപാട് സീഡ്സ് കൂടുതലാണ്. നല്ല ഫ്ലാറ്റ് വലിയ സീഡ്സ് ഇതിൻ്റെ അകത്ത് കാണാം. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ
ഇത് കൺസ്യൂമബിൾ അല്ല എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഇതിന് ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ഫാർമസ്യൂട്ടിക്സ് ആൻഡ് ഫാർമക്കോളജി സ്റ്റുഡൻസിന് നല്ലൊരു സ്റ്റഡി മെറ്റീരിയലാണിത്. അതായത് ഇതിൻ്റെ അന്ന് ഡിറൈവ് ചെയ്ത് പല അൾസേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് മെഡിസിൻസ് കണ്ടെത്താൻ പറ്റിയേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.